യെസ്. അപ്പോൾ ഇനി ഇതിൻ്റെ അടുത്തൊരു ഷൂ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. ഇത് നമ്മുടെ ഡെക്കാത്തലോണിൻ്റെ ഒരു റണ്ണിങ് ഷൂ ആണ്. വാക്കിംഗ് ഷൂ അല്ല, വാക്കിംഗ് ആയിട്ട് ഉപയോഗിക്കാം, പക്ഷേ റണ്ണിങ് ഷൂ ആണ് ഇത് വരുന്നത്. ഇത് ബേസ് മോഡലാണ് ഈ സാധനം വരുന്നത്. പേര് പറയുന്നത് ജോഗ് ഫ്ലോ 100 എന്നാണ് ഈ ഷൂവിൻ്റെ പേര് വരുന്നത്. അത്യാവശ്യം നല്ല കുഷനും കാര്യങ്ങളൊക്കെ ഉള്ള ഷൂ ആണ് കേട്ടോ. നമുക്ക് ഒരു ഷോർട്ട് ടൈമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഷൂ എന്നേ എനിക്കിത് പറയാൻ പറ്റൂ. ക്വാളിറ്റി വൈസ് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം കണ്ട, ഈ ഒരു എക്സ്ട്രാ ഫിറ്റിങ്സ്, ഈ ഒരു തൊട്ട് റേറ്റ് വരുന്ന സാധനങ്ങൾ, ചെറിയ ഐറ്റംസ്, ഈ ഒരു ഐറ്റംസ് ഉണ്ടല്ലോ നോക്കി വാങ്ങിയില്ല ഞങ്ങൾ കെട്ടിന് പണി കിട്ടും. കാരണം ഇത് ഞാൻ ഫസ്റ്റ് ടൈമിൽ എടുത്തതായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷൂ ഞാൻ ഫസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് ഒരു 1 മന്തിൻ്റെ ഉള്ളിലാണ് എനിക്ക് ആ കംപ്ലൈൻറ്റ് വന്നത്. കാരണം എൻ്റെ ഈ ഒരു ഐറ്റംസ് ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി പറഞ്ഞു പോരുക, അങ്ങനെ സിറ്റുവേഷൻ ആയിരുന്നു. ഞാനുണ്ട് അങ്ങനെ ഡെക്കാത്തലോണിൻ്റെ മെയിൽ അയച്ചിട്ട് അവർക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്ത്, എന്നിട്ട് ഞാൻ വാങ്ങിയത് വൈറ്റിലെ ഡെക്കാത്തലോണായിരുന്നു. ഞാൻ വൈറ്റിലേക്ക് പോയി, അവിടുന്ന് ഞാൻ അവർക്ക് ഈ ഷൂവിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അവരെനിക്ക് എന്നിട്ട് ഒരു ഓപ്ഷൻ തന്നു, ഈ ഒരു ഷൂ എനിക്ക് റീപ്ലേസ് ചെയ്യാനുള്ള ഓപ്ഷൻ. അങ്ങനെയാണ് ഞാൻ ഈ ഒരു സെയിം ഷൂ തന്നെ എടുത്ത്, പക്ഷെ ക്വാളിറ്റി സാധനം നോക്കിയിട്ടാണ് ഞാൻ ഈ സാധനം എടുത്തത് ഈ ഷൂ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏകദേശം 6 മന്ത് പ്ലസ് ആയി ഈ സാധനം ഉപയോഗിക്കുന്നത്. ഇപ്പോഴും യാതൊരു കുഴപ്പമില്ല. അപ്പോൾ കംപ്ലൈൻറ്റ് വരുന്നത് ആ പർട്ടിക്കുലർ ഷൂവിനായിരുന്നു ബേസിക്കലി, ആ ഒരു സാധനം പെട്ടെന്ന് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ ഒരു ഷൂവിൻ്റെ ഗുണം എന്ന് പറയുകയാണെന്ന് വെച്ചെങ്കിൽ കംഫർട്ട് കാര്യങ്ങളൊക്കെ ആവറേജ് അത്രേ എനിക്ക് പറയാനുള്ളൂ. അങ്ങനെ ഭയങ്കര ബിഗ് കംഫർട്ടാണെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. കാരണം എന്ന് വെച്ചെങ്കിൽ ഈ ഷൂ ഇട്ടിട്ട് ലോങ് ടൈം എനിക്ക് ഉപയോഗിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഞാൻ നാട്ടിലേക്ക് പോകുന്ന സമയത്തൊക്കെ മോസ്റ്റ് ഓഫ് ദി ടൈം ഇതിട്ട് പോകാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നതും പോയിരുന്നതും. പക്ഷെ അപ്പോൾ അനുഭവിച്ചത് എനിക്ക് ആദ്യം ചെറുതായിട്ട് ഞാൻ എൻ്റെ സൈഡിൽ നിന്നുള്ള ഇഷ്യൂ എന്ന് വിചാരിച്ചത്, എനിക്ക് ഇതിട്ട സമയത്ത് നമ്മുടെ ഈ ആർച്ചിൻ്റെ ഭാഗമല്ലേ, ലൈക്ക് ഈ ഒരു ഏരിയ നമ്മുടെ കാലിൻ്റെ അടിഭാഗത്ത് സ്പേസ് ഇല്ലാത്തതുകൊണ്ട്, ലൈക്ക് സ്പേസ് മീൻസ് നമ്മുടെ ആർച്ച് ശരിക്കും ഇങ്ങനെയാണ്, നമ്മുടെ കാലിൻ്റെ അടിഭാഗം പറയുമ്പോൾ ഇങ്ങനെ പൊന്തിയിട്ടാണല്ലോ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ ഒരു ബാലൻസ് അല്ലെങ്കിൽ ഇവിടെ ഒരു സപ്പോർട്ട് വന്നില്ലെങ്കിൽ നമുക്ക് അവിടെ പെയിൻ വരാൻ തുടങ്ങും. ആ പെയിൻ എനിക്ക് ഈ ഷൂവിൽ നിന്ന് കിട്ടാൻ തുടങ്ങി. ഞാൻ മോസ്റ്റ് ഓഫ് ദി ടൈം എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ അനുഭവിച്ചിരുന്ന പെയിൻ അതായിരുന്നു. കാരണം ഞാൻ ഇങ്ങനത്തെ സ്പോർട്സ് ഷൂട്ടാണ് നാട്ടിലേക്ക് പോകാറ്. ഞാൻ ഒരിക്കലും എൻ്റെ കയ്യിലുള്ള ലൈക്ക് ഇങ്ങനത്തെ ഷൂ ഇട്ടിട്ട് ഞാൻ നാട്ടിലേക്ക് പോയില്ല. ഭയങ്കര റയറേ ഞാൻ പോകുള്ളൂ. അതുപോലെ തന്നെ ഇങ്ങനത്തെ ഷൂ ഇട്ടിട്ട് ഞാൻ നാട്ടിൽ പോയില്ല. കാരണം എന്താ വെച്ചെങ്കിൽ കംപ്ലൈൻ്റ് ആവും. എനിക്ക് റോ യൂസിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച ഷൂ ആണ് ഞാനിത്. ശരിക്കും ഈ ഒരു ഷൂവിന് മുമ്പ് ഞാൻ വേറൊരു ഷൂ കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ റോ യൂസിന് ഉപയോഗിച്ചിരുന്ന ഷൂ എന്ന് പറയുന്നത് ഇവനായിരുന്നു, ഈ A6ൻ്റെ ഈ ഒരു ഷൂ. ഇവനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ നെക്സ്റ്റ് പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു ഷൂ ഇട്ടിട്ട് ഞാൻ പോകുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്തിരുന്നു എൻ്റെ ആർച്ചിൻ്റെ അവിടെ നല്ല പെയിൻ ഫീൽ ചെയ്യും. ഞാൻ എന്നിട്ട് പേപ്പർ കഷ്ണമൊക്കെ ഇടയ്ക്ക് ഷൂവിൻ്റെ സോക്സിൻ്റെ ഇടയിൽ, എൻ്റെ കാലിൻ്റെ സോക്സിൻ്റെ ഇടയിലും ആ ഒരു ആർച്ചിൻ്റെ ഇടയിൽ ഞാൻ പേപ്പർ തിരിയിട്ട് അങ്ങനെ ഇട്ട് ഈ ഷൂ ഇട്ട് ഉപയോഗിച്ചിട്ട് ഞാൻ പോകാറ്. കാരണം ട്രെയിനിൽ പകുതി എത്തുമ്പോൾ ഈ പെയിന് കൂടുതൽ നമുക്ക് എഫക്റ്റ് ചെയ്യാം. അപ്പോൾ വേറെ ഓപ്ഷൻ ഇല്ല, ഞാൻ പേപ്പർ തിരിക്കും, അതേ ചെയ്യാറ്. അപ്പോൾ നിങ്ങളിത് ഉപയോഗിക്കുന്നവരാണെങ്കിൽ മസ്റ്റായിട്ടും ഇതൊരു സെക്കൻഡറി ആയിട്ട് ഉപയോഗിക്കാൻ ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യുള്ളൂ. കാരണം ഇതൊരു പ്രൈമറി ഷൂ ആയിട്ട് ഉപയോഗിക്കരുത്, ലോങ് ട്രാവലിങ്ങിന് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ അത് മാത്രമേ എനിക്ക് നെഗറ്റീവായിട്ട് ഫീൽ ഉള്ളൂ. പിന്നെ കംഫർട്ട് പറയാൻ എയർ സർക്കുലേഷനൊക്കെ കിടലുണ്ട് കേട്ടോ. കാരണം നമുക്ക് ഇതിലേക്ക് നല്ല എയർ കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു പാർട്ട് എന്ന് പറയാനുള്ളത്, ഇതിട്ട് നടക്കുന്ന സമയത്ത് സോക്സ് കട്ടി പറഞ്ഞ സോക്സ്, ലൈക്ക് ഭയങ്കര സ്ലിപ്പാവുന്ന സോക്സ് ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് കാല് നിങ്ങളുടെ ഫ്രണ്ടിൽ ഇവിടെ ഒന്ന് ടച്ച് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. ഒരു ബാലൻസ് കിട്ടില്ല നിങ്ങൾക്ക് നടക്കുന്ന സമയത്ത്. റൺ ചെയ്യുമ്പോഴും അത്ര പ്രോപ്പറായിട്ടുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടില്ല റൺ ചെയ്യുമ്പോൾ ഈ ഒരു ഷൂവിന്. അതൊരു ജെന്യുവനുള്ള കാര്യമാണ്. പിന്നെ ഇവർ ഡെക്കാത്തലോൺ പറയുന്നത് 10 km/week ഇതിൻ്റെ റേഞ്ച് എന്ന് പറയണത്. പക്ഷേ ഇതിട്ട് ഞാൻ ഭയങ്കര റയർലിയാണ് ഞാൻ ഇതിട്ട് റൺ ചെയ്യാൻ പോകാറ്. കാരണം ഞാൻ ഇതിപ്പോൾ ഒരൊറ്റ ഓട്ടോട്ടെ ഞാൻ റണ്ണിങ്ങിന് ഈ സാധനം ഉപയോഗിച്ചിട്ടുള്ളൂ. മറ്റത് നോർമലി എൻ്റെ ഓഫീസിലേക്ക് അല്ലെങ്കിൽ നാട്ടിലേക്ക് പോകുമ്പോൾ ആ ഒരു ചെറിയൊരു ഇതിന് മാത്രമേ ഞാൻ ഈ ഷൂ ഉപയോഗിക്കാറുള്ളൂ ഇപ്പോൾ. കാരണം അതിൻ്റെ യൂസ് എനിക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. എന്തായാലും വേർത്താണോ വെച്ച് കഴിഞ്ഞാൽ 1500 rupees സാധനം ഗുഡാണ്. 1599 ആണ്, 1600 rupees ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ആ റുപ്പീസിന് ഇത് വേർത്താണ്. പക്ഷെ അങ്ങനെ ഓവർ എക്സ്പെക്ടേഷൻ വെച്ചിട്ട് നിങ്ങൾ മേടിക്കരുത്. സോ അതുപോലെ നിങ്ങളുടെ ഷൂ അഡിക്റ്റ് ആയ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്ക്. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. നിങ്ങളുടെ തോട്ട്സും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ ഇതിൽ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.